നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ് ആദ്യം. പാലക്കാടൻ പോരിൽ UDF ചേലക്കര ചുവന്നു തന്നെ. ഞങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ചേലക്കരക്കാർക്ക് വിശ്വാസമാണ്. സസ്പെൻസ് പോരിൽ പാലക്കാടൻ കോട്ടയിൽ വിജയക്കൊടി നാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ടെണ്ണലിന്റെ ആദ്യ മണിക്കൂറുകളിൽ കുതിച്ച BJPയുടെ C കൃഷ്ണകുമാറിനെ ബഹുദൂരം പിന്നിലാക്കിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ റെക്കോർഡ് ജയം. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു കയറിയത്. രണ്ടാം സ്ഥാനത്തിനായി C കൃഷ്ണകുമാറും ഡോക്ടർ P സരനും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് വോട്ടെണ്ണലിന്റെ അവസാന റൗണ്ടിൽ ഉണ്ടായത്. തിരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ കേരളത്തിന്റെ സസ്പെൻസ് കോട്ട. പാലക്കാട് ഇക്കുറിയും പതിവ് തെറ്റിച്ചില്ല. വോട്ടെണ്ണൽ തുടക്കം തന്നെ ഉദ്വേഗഭരിതം. BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിലെ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ C കൃഷ്ണകുമാറിന്റെ മുഖത്ത് പുഞ്ചിരിത്തിളക്കം. ആദ്യ ഫലം പുറത്തു വന്നതു മുതൽ 1.25 മണിക്കൂറോളം ലീഡ് C കൃഷ്ണകുമാറിന്. 4ാം റൗണ്ട് പൂർത്തിയായപ്പോൾ BJP ക്യാമ്പിലെ പുഞ്ചിരി മാഞ്ഞു. പതിയെ ലീഡ് ഉയർത്തിയ രാഹുൽ BJP കുതിപ്പിന് തടയിട്ടു. പിന്നെ മാറി മറിയുന്ന ലീഡുനില. എട്ടാം റൗണ്ട് വരെ ഇഞ്ചോടിഞ്ച്. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലീഡ് ഉയർത്തിക്കൊണ്ടേയിരുന്നു. കോൺഗ്രസ് ക്യാമ്പിൽ ആഹ്ലാദത്തിന്റെ കരഘോഷം. ശക്തി കേന്ദ്രമായ പിരായിരിയിലെ വോട്ടെണ്ണിക്കഴിഞ്ഞതോടെ പിടിച്ചു നിർത്താനാകാത്ത വിധം ഭൂരിപക്ഷം 10,000 കടന്ന് രാഹുലിന്റെ കുതിപ്പ്. സ്വാധീന മേഖലകളായ മാത്തൂർ, കണ്ണാടി പഞ്ചായത്തുകളിൽ നേരിയ ലീഡ് ഡോക്ടർ P സരിൻ നേടിയെങ്കിലും രാഹുലിനെ വെല്ലാൻ കഴിഞ്ഞില്ല. C കൃഷ്ണകുമാറുമായി 2ാം സ്ഥാനത്തിനായിരുന്നു അവസാന റൗണ്ടുകളിൽ ഡോക്ടർ P സരിന്റെ പോര്. അപ്പോഴേക്കും റെക്കോർഡ് ജയം കുറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടെ ഹൃദയത്തേരിലേറി. ഭൂരിപക്ഷം 18,000-ലേറെ. ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് പ്രസ്ഥാനം മുന്നണിയുമൊക്കെ മത്സരിക്കാൻ ഒരു അവസരം തരുന്നത്. ആ അവസരം ഇങ്ങനെ ആകുന്നതിനകത്ത് വലിയ സന്തോഷമുണ്ട്. BJPയേക്കാൾ 2,000 വോട്ടിന്റെ വ്യത്യാസത്തിൽ 3ാം സ്ഥാനത്തായി LDF. ഷാഫി പറമ്പലിനേക്കാൾ വലിയ ഭൂരിപക്ഷമാണ് പാലക്കാടൻ ജനത രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയത്. BJPയുടെ വോട്ടിൽ വൻ ഇടിവ്. കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചുവെന്ന് പറഞ്ഞു നിൽക്കാമെന്നതാണ് LDFന്റെ ആശ്വാസം. പാലക്കാട് നിന്നും ടീം 24-നൊപ്പം തനേഷ് തമ്പി. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാട് MLA. ഷാഫി പറമ്പലിന്റെ പിൻഗാമിയായി ഇനി നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദമുയരും. കന്നിയംഗത്തിൽ BJPയെ തോൽപ്പിച്ച് സഭയിൽ എത്തിയതിന്റെ രാഷ്ട്രീയ വീര്യമാകും രാഹുൽ മാങ്കൂട്ടത്തിന്. കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഡോക്ടർ P സരിനെ അടർത്തിയെടുത്ത് കളത്തിലിറക്കുമ്പോൾ CPIM-ന് സ്വപ്നങ്ങളേറെയായിരുന്നു. പാലക്കാടൻ കരിമ്പനകളിൽ വിജയത്തിന്റെ ചെങ്കൊടി കെട്ടുന്നത് CPIM മനക്കോട്ട കണ്ടു. ശ്രീധരനിലൂടെ നേടിയ മുന്നേറ്റത്തിന്റെ ചുവട് പിടിച്ച് മണ്ഡലം പിടിക്കാൻ പരിചിതനായ C കൃഷ്ണകുമാറിനെയാണ് BJP രംഗത്തിറക്കിയത്. പക്ഷേ എല്ലാം തകിടം മറിച്ച പ്രകടനമായിരുന്നു UDF-ന്റേത്. പാളയത്തിൽ പടയും കൊഴിഞ്ഞുപോക്കും തളർത്തിക്കളയുമെന്ന് കരുതിയിടത്തു നിന്ന് കോൺഗ്രസിന്റെ അസാധ്യ കുതിപ്പ്. ആ കുതിപ്പിന് ചുക്കാൻ പിടിച്ചത് ഷാഫി പറമ്പിലും VD സതീശനും. ഷാഫിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടിക്കകത്തും പുറത്തും ഷാഫിക്ക് വെല്ലുവിളി ഉയർന്നു. രാഹുലിന്റെ വിജയം ഷാഫിക്ക് അഭിമാന പോരാട്ടമായി. രാഹുലിലൂടെ താനാണ് മത്സരിക്കുന്നതെന്ന പ്രതീതി സൃഷ്ടിച്ചു വടകര MP. രാഹുലിന്റെ തോളിൽ കൈയിട്ട് ഷാഫി നടന്നു. ഓരോ വീട്ടിലും കയറിയിറങ്ങി വോട്ട് ചോദിച്ചു.
ത്രികോണപ്പോരിൽ ജയിച്ചു കയറാമെന്ന BJP തന്ത്രവും വിലപ്പോയില്ല. BJPക്കൊപ്പം RSSും കൃഷ്ണകുമാറിനായി വീട് വീടാന്തരം കയറി വോട്ട് അഭ്യർത്ഥിച്ചെങ്കിലും ഫലം നിരാശ. രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും വോട്ട് ചോർച്ചയുടെ കാരണം BJP നേതൃത്വം ഇനി വിശദീകരിക്കേണ്ടി വരും. സരിന്റെ വരവിലൂടെ ത്രികോണപ്പോരിന് CPIM കളമൊരുക്കി. പക്ഷേ പ്രചാരണത്തിൽ ഇടതുമുന്നണിയുടെ തന്ത്രങ്ങളെല്ലാം ബൂമറാങ്ങായി. കള്ളപ്പണം നിറച്ച ട്രോളിയും സന്ദീപ് വാര്യർക്കെതിരായ പത്രപരസ്യവും തിരിച്ചടിച്ചു. ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കണമെന്ന് NN കൃഷ്ണദാസിന് പരസ്യമായി പറയേണ്ടി വന്നു. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ നേടിയതിനേക്കാൾ മികച്ച വിജയമാണ് ഇത്തവണ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേടിയത്. സന്തത സഹചാരിയെ പാലക്കാട് മണ്ണിൽ കാലുറപ്പിച്ച് നിർത്തിയ ഷാഫി പറമ്പിലിന്റെ ശബ്ദം ഇനി കോൺഗ്രസിൽ കൂടുതൽ കരുത്തോടെ മുഴങ്ങും. ടീം 24 പാലക്കാട്. പാലക്കാട് BJP നേരിട്ടത് കനത്ത തിരിച്ചടി. ശക്തി കേന്ദ്രങ്ങളിലെല്ലാം UDF കടന്നുകയറി. സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് നയിച്ച തെരഞ്ഞെടുപ്പായിട്ട് കൂടി വോട്ടിലുണ്ടായ ചോർച്ച പാർട്ടിക്കുള്ളിൽ ചോദ്യം ചെയ്യപ്പെടും. ഭരണമുള്ള പാലക്കാട് നഗരസഭയിൽ വോട്ട് കുറഞ്ഞതും BJP കേന്ദ്രങ്ങളിൽ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. തുടക്കം മുതൽ കല്ലുകടിയായിരുന്നു BJPയിൽ. ശോഭാ സുരേന്ദ്രനു വേണ്ടി ദേശീയ കൗൺസിൽ അംഗമടക്കം നേരിട്ട് ഗോതയിലിറങ്ങിയപ്പോൾ തന്നെ പാളയത്തിൽ പടയാരംഭിച്ചു. N ശിവരാജനെ വിലക്കിയിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. പ്രചാരണത്തിലെ മെല്ലെപ്പൊക്ക് ചർച്ചയായി. സ്ഥിരമൊരു സ്ഥാനാർത്ഥിയെന്ന ലേബലും വോട്ടല്ല നോട്ടിലാണ് കണ്ണെന്ന ആരോപണങ്ങളും C കൃഷ്ണകുമാറിന് തിരിച്ചടിയായി. മൂത്താൻ സമുദായം കൈവിടുമെന്ന് കരുതിയിരുന്നെങ്കിലും അതുണ്ടായില്ല. A ക്ലാസ് മണ്ഡലത്തിലെ നാണം കെട്ട തോൽവിക്ക് നേതാക്കൾ മറുപടി പറയേണ്ടി വരും. വോട്ട് കുറഞ്ഞത് പരിശോധിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും. പാലക്കാട് ഒരു 3,000-4,000 വോട്ടിന്റെ വ്യത്യാസം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനകൾ നടത്തി, ആത്മപരിശോധന നടത്തി. ശരിയായ നിലയിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി ജനപിന്തുണ ആർജിക്കാൻ വേണ്ടിയിട്ട് നല്ല പരിശ്രമം നടത്തണമെന്ന് തന്നെയാണ് നിശ്ചയിക്കുന്നത്. തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. തെരഞ്ഞെടുപ്പ് നിയന്ത്രണം പൂർണ്ണമായി K സുരേന്ദ്രന്റെ കയ്യിലായിരുന്നു. വിജയസാധ്യതയുള്ള മറ്റ് സ്ഥാനാർത്ഥികളെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. ഇതിനുള്ള മറുപടി കൂടി സുരേന്ദ്രൻ നൽകേണ്ടി വരും. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ 7066 വോട്ടുകളാണ് പാലക്കാട് നഗരസഭയിൽ BJPക്ക് കുറഞ്ഞത്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യവും അവസാനഘട്ടത്തിൽ BJPക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ശക്തി മേഖലയിലെ തോൽവിയിൽ ഇനി എന്ത് നടപടി എന്നാണ് കണ്ടറിയേണ്ടത്. 24 പാലക്കാട്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ BJPയിൽ പൊട്ടിത്തെറി. പാലക്കാട് സ്ഥാനാർത്ഥി മറ്റാരെങ്കിലും ആണെങ്കിൽ വിജയം ഉറപ്പായിരുന്നതെന്ന് BJP ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ 24നോട്. അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെങ്കിലും മേൽക്കൂരയ്ക്ക് ചില പ്രശ്നങ്ങളുണ്ട്. സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകാൻ പാടില്ലായിരുന്നുവെന്നും N ശിവരാജൻ. വലിയ പരാജയം ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്ത് സംഭവിച്ചു എന്ന് ബൂത്തടിസ്ഥാനത്തിൽ വോട്ട് വിവരം അതിന് പറയാം. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു BJPക്ക് അടിത്തറയ്ക്ക് ഒരു കോട്ടവും വന്നിട്ടില്ല. മേൽക്കുറയ്ക്ക് ചില കോട്ടങ്ങളുണ്ട്. വോട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റിയ 3 മുഖങ്ങളാണ്. നമ്പർ 1 ശോഭാ സുരേന്ദ്രൻ, നമ്പർ 2 V മുരളീധരൻ, 3 K സുരേന്ദ്രൻ. ഈ 3 പേർക്ക് മാത്രമേ പബ്ലിക്കിൻ്റെ ഇടയിൽ വോട്ട് വാങ്ങാൻ പറ്റൂ, വോട്ട് ക്യാപ്ചർ ചെയ്യാൻ. ബാക്കി ഉത്തരവാദിത്തത്തിരിക്കുക, ജനങ്ങളായിട്ട് ബന്ധം വേണ്ട, അടുപ്പം വേണ്ടേ. ശോഭാ സുരേന്ദ്രനോ V മുരളീധരനോ K സുരേന്ദ്രനോ ആണെങ്കിൽ റിസൾട്ട് വേറെ മറിച്ചാകാമെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പോഴും ഉണ്ട്. അത് ഞാനായിരുന്നെങ്കിൽ ഉണ്ടാവും. എനിക്ക് വേണ്ട. ഇപ്പം ഞാൻ നിന്നവനാണ്. അദ്ദേഹം ചെയ്തിട്ടില്ല, അദ്ദേഹം ഞാൻ ചെയ്തിരുന്നു. കാരണം BJPയുടെ ഗുണമാണ് നമ്മൾ നോക്കേണ്ടത്. പാർട്ടിക്ക് എന്താണ് നേട്ടം, എനിക്കെന്ത് നേട്ടം നാം നോക്കാറില്ല. പാലക്കാട്ടെ ഉജ്ജ്വല വിജയം പാർട്ടി തീരുമാനങ്ങളിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രാമുഖ്യം അരക്കിട്ടുറപ്പിക്കുന്നതാണ്. എതിർപ്പ് അവഗണിച്ച് സ്ഥാനാർത്ഥിയാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞത് പാർട്ടിയിൽ VD സതീശന്റെ ഗ്രാഫ് ഉയർത്തും. എന്നാൽ സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരത്തിന്റെ തീവ്രത അളക്കപ്പെട്ട ചേലക്കരയിലെ പരാജയം VD സതീശന് ക്ഷീണമാണ്. കോൺഗ്രസിൽ വിമത ശബ്ദം ഉയർന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കി മുന്നോട്ട് പോയത് VD സതീശന്റെ തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വിജയം സതീശന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് തന്നെ ആവശ്യമായി മാറി. രാഹുൽ നേടിയ തകർപ്പൻ വിജയം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ സതീശൻ കൈക്കൊണ്ട തീരുമാനത്തിന് അടിവരയിടുന്നു. എടുത്ത തീരുമാനം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞത് സതീശന്റെ നിശ്ചയദാർഢ്യം അടയാളപ്പെടുത്തുന്നുമുണ്ട്. ഇത് പാർട്ടിയിൽ VD സതീശന്റെ പ്രാമുഖ്യം അരക്കിട്ടുറപ്പിക്കുന്നതാണ്. എന്നാൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പരീക്ഷാശാലയായി കരുതപ്പെട്ടിരുന്ന ചേലക്കരയിൽ തോറ്റത് VD സതീശന് വ്യക്തിപരമായ ക്ഷീണമാണ്. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്നും ചേലക്കരയിൽ അത് ഫലം കാണുമെന്നുമായിരുന്നു പ്രചരണകാലത്തെ VD സതീശന്റെ പ്രഖ്യാപനം. എന്നാൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
പ്രതിപക്ഷ തന്ത്രം പാളിയുന്നതിന്റെ കൃത്യമായ തെളിവാണിത്. അതിന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ച പ്രതിപക്ഷ നേതാവിന്റെ ചുമലിലുമാണ്. സ്വയം ചുമലിലേറ്റിയ ഉത്തരവാദിത്വം നിറവേറ്റാനാകാതെ പോയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് നീങ്ങുന്ന വി ഡി സതീശന് തിരിച്ചടിയാണ്. വിജയത്തിന്റെ പുഷ്പകിരീടവും പരാജയത്തിന്റെ മുൾക്കിരീടവും ഒരുപോലെ അണിയേണ്ട അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സതീശന്റെ രാഷ്ട്രീയ ശൈലി എതിർക്കുന്നവർ ചേലക്കരയിലെ തോൽവി കോൺഗ്രസിൽ ആയുധമാക്കും. എന്നാൽ ഇതിനേക്കാളെല്ലാം ഉപരി LDF-നെതിരെ പയറ്റുന്ന രാഷ്ട്രീയ തന്ത്രത്തിൽ അഴിച്ചുപണി നടത്താൻ ചേലക്കരയിലെ തോൽവി സതീശനെ നിർബന്ധിതമാക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ആർ ശ്രീജിത്ത്, 24. കോൺഗ്രസ് വിമതനെ പുറത്തു ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കിയിട്ടും പാലക്കാട് മണ്ഡലത്തിൽ തുടർച്ചയായി 3-ാം സ്ഥാനത്തായി പോയത് CPI-ന് വലിയ തിരിച്ചടിയാണ്. ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി ഇയാളെ മത്സരിപ്പിച്ചത് തിരിച്ചടിയായി എന്ന ചർച്ചകളും പാർട്ടിക്കുള്ളിൽ സജീവമാണ്. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞെങ്കിലും വീണ്ടും 3-ാം സ്ഥാനത്തേക്ക് വീണുവെന്നതാണ് പാലക്കാട് CPM നേരിടുന്ന ദുരവസ്ഥ. പ്രതികൂല മണ്ഡലം, പ്രതികൂല രാഷ്ട്രീയം എന്നതാണ് ഈ പരിതാപകരമായ സ്ഥിതിക്ക് CPM നിരത്തുന്ന വിശദീകരണം. എന്നാൽ BJP എതിർത്ത് UDF മിന്നുന്ന വിജയം നേടിയത് പാർട്ടിയുടെ ഉത്തരം മുട്ടിക്കുന്നു. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെക്കാൾ അല്പം വോട്ട് കൂട്ടാനായി എന്നത് മാത്രമാണ് ആശ്വാസം പകരുന്നത്. 2-ാം സ്ഥാനത്തെത്തുമെന്ന ഉറച്ച വിശ്വാസം യാഥാർത്ഥ്യമാകാത്തത് വമ്പൻ തിരിച്ചടിയായി. നഗരസഭയിലെ മോശം പ്രകടനം ആവർത്തിച്ച LDF ശക്തി കേന്ദ്രങ്ങളായ കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകളിലും ആഗ്രഹിച്ച ഭൂരിപക്ഷം നേടിയില്ല. അതോടെയാണ് 2900 വോട്ടിന് 2-ാം സ്ഥാനം നഷ്ടമായത്. സ്ഥാനാർത്ഥി നിർണയം പാളിയതാണോ ഈ തിരിച്ചടിക്ക് കാരണമെന്ന് ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന സരിനെ അണികൾ സ്വീകരിച്ചുവെന്ന സംശയമാണ് ഇതിനടിസ്ഥാനം. എന്നാൽ നേതൃത്വം അത് തള്ളിക്കളയുന്നു. സരിൻ സ്ഥാനാർത്ഥിയായി വന്നിരുന്നില്ലെങ്കിൽ പ്രകടനം ഇതിലും മോശമാകുമെന്നാണ് പ്രതികരണം. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ വന്ന EP ജയരാജന്റെ ആത്മകഥാ വിവാദവും തിരിച്ചടിക്ക് വഴിവെച്ചോ എന്ന് സംശയമുണ്ട്. സരിനെ ഇകഴ്ത്തുന്ന EP ജയരാജന്റെ പരാമർശം ഇടതു വോട്ടർമാരിൽ തന്നെ സംശയങ്ങളുണ്ടാക്കിയെന്ന് കരുതുന്നവരുണ്ട്. നീല ട്രോളി ബാഗ് കേന്ദ്ര കഥാപാത്രമായ കള്ളപ്പണ വിവാദം തിരിച്ചടിച്ചോ എന്ന സംശയവും CPM-ൽ സജീവമാണ്. മുതിർന്ന നേതാവ് NN കൃഷ്ണദാസ് തന്നെ പെട്ടി വിവാദത്തെ തള്ളിപ്പറഞ്ഞ് പരസ്യമായി രംഗത്തെത്തിയിരുന്നു. വോട്ടെടുപ്പിന്റെ തലേന്ന് വന്ന വിവാദ പരസ്യവും പ്രതികൂലമായി ബാധിച്ചോ എന്ന സംശയം CPM-ലുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ചർച്ചയാകും. ആർ ശ്രീജിത്ത്, 24, പാലക്കാട്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ യുവമുഖമായി മാറിയത്. ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ പിന്തുണ കൂടിയായപ്പോൾ ആത്മവിശ്വാസത്തോടെ രാഹുൽ പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് വണ്ടി കയറുകയായിരുന്നു. സ്ഥാനാർത്ഥിത്വത്തിനിടെ പ്രതികൂല ഘടകങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നപ്പോഴും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലെ പ്രവർത്തനങ്ങളും ചാനൽ ചർച്ചയിലെ പരിചിത മുഖമെന്നതും പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി. പത്തനംതിട്ട അടൂരുകാരനായ രാഹുൽ 2006-ൽ പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ് KSUവിലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെത്തുന്നത്. യൂത്ത് കോൺഗ്രസ് പെരിങ്ങനാട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റായി പൂർണ്ണസമയ രാഷ്ട്രീയത്തിലേക്ക്. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ പ്രധാന വക്താവായി ഉയർന്ന രാഹുൽ 2016-ൽ NSUI ദേശീയ സെക്രട്ടറിയും 2020-ൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും 2020-ൽ KPCC അംഗവുമായി. 2023 മുതൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ്. ഇന്ത്യൻ ആർമി ഓഫീസറായിരുന്ന പരേതനായ S. രാജേന്ദ്രക്കുറുപ്പിന്റെയും ബീനയുടെയും മകനാണ്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പുകളിലെ സർവകാല ഭൂരിപക്ഷ റെക്കോർഡുകളും തകർത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമ്പോൾ പ്രതീക്ഷകളും വാനോളമാണ്. റിസർച്ച് ഡെസ്ക്, 24. 3-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നെങ്കിലും ഡോക്ടർ P. സരിന്റെ സ്ഥാനാർത്ഥിത്വം പാലക്കാട്ടെ CPM-നുണ്ടാക്കിയ ഉണർവ് ചെറുതല്ല. ശക്തമായ ത്രികോണ മത്സരമെന്ന പ്രതീതി തുടക്കത്തിലെ സൃഷ്ടിക്കാൻ ഡോക്ടർ P. സരിന് കഴിഞ്ഞു. 4600-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടാകുമെന്നതായിരുന്നു CPIM കണക്കുകൂട്ടിയിരുന്നത്. എന്നാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി റെക്കോർഡ് ഭൂരിപക്ഷം നേടിയപ്പോൾ പാർട്ടി പ്രതീക്ഷകളും തകർന്നടിഞ്ഞു. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും നില അല്പം മെച്ചപ്പെടുത്തിയെങ്കിലും ആശ്വസിക്കാൻ വഴിയില്ല. സമാഹരിച്ചതെല്ലാം പാർട്ടി വോട്ടുകളാണെങ്കിൽ P. സരിന്റെ വ്യക്തിഗത മികവിന് വോട്ട് ലഭിച്ചില്ലെന്നാണ് അർത്ഥം. മറിച്ചാണെങ്കിൽ പാർട്ടി വോട്ടുകൾ മുഴുവനായി ലഭിച്ചില്ലെന്നും. കൂട്ടിക്കിഴിക്കലുകളിലേക്ക് വൈകാതെ CPIM കടക്കും. SDPI BJP വോട്ടുകൾ നേടിയാണ് UDF വിജയമെന്ന് P. സരിൻ പറയുന്നു. BJPയിൽ നിന്നും SDPIയിൽ നിന്നും ഒരേപോലെ ഒരേ സമയം വോട്ട് വാങ്ങാനുള്ള ആ ഒരു രാഷ്ട്രീയ പാപ്പരത്വം, അത് ജനത്തിന്റെ മുന്നിൽ കെട്ടിയാടാനുള്ള, അല്ലെങ്കിൽ അത് മറച്ചു പിടിച്ചുകൊണ്ട് വലിയൊരു വിജയമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് വീമ്പിളക്കുന്നതിലെ അതിന്റെയൊക്കെ ഒരു വല്ലായ്മ അത് UDF തിരിച്ചറിയുന്നില്ലെങ്കിൽ ആ മുന്നണിക്ക് നല്ല വരുത്തട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഡോക്ടർ P. സരിനെ സ്ഥാനാർത്ഥിയാക്കിയത് നേട്ടമായെന്നാണ് CPIM കാണുന്നത്. ശക്തമായ ത്രികോണ മത്സരം എന്ന പ്രതീതി സൃഷ്ടിക്കാനായി. നീലപ്പെട്ടി വിവാദം വരെ കാര്യങ്ങൾ അനുകൂലമായിരുന്നു. പിന്നീടാണ് അടിതെറ്റിയത്. പത്രപരസ്യ വിവാദം വരെ എല്ലാം ബൂമറാങ്ങായി.
ഉദ്യോഗജനകമായ വഴിത്തിരിവുകൾക്കൊടുവിൽ ക്ലൈമാക്സ് CPIM-ന് നനഞ്ഞ പടക്കമായി. എങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പി സരിനെ മുന്നിൽ നിർത്തി മുന്നോട്ടു പോകാനാണ് CPIM-ന്റെ ഒരുക്കം. ടീം 24 പാലക്കാട്. പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അല്പസമയത്തിനകം ശ്രീജിത്ത് പാലക്കാട് നിന്ന് ചേരും. എന്തായാലും വലിയ ഭൂരിപക്ഷത്തിലുള്ള വിജയമാണ് UDF ഇപ്പോൾ പാലക്കാട് സ്വന്തമായിരിക്കുന്നത്. ചരിത്ര ഭൂരിപക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. പാലക്കാട് നഗരസഭയിൽ BJP കേന്ദ്രങ്ങൾ കടന്നു കയറിയാണ് UDF ഈ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ശ്രീജിത്ത്, കേരള രാഷ്ട്രീയത്തിൽ ഈ പാലക്കാട്ടെ UDF വിജയം ഉണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണ് ശ്രീജിത്ത്? ഉന്മേഷ്, പാലക്കാട് UDF-ന്റെ വിജയം BJP-ക്കെതിരായ പോരാട്ടത്തിൽ ആരാണ് ഏറ്റവും ശക്തമായി നിൽക്കുന്നത് എന്നതിന്റെ ഒരു വാദമായി കേരള രാഷ്ട്രീയത്തിൽ മാറ്റപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. BJP ശക്തമായി വെല്ലുവിളി ഉയർത്തുന്ന മണ്ഡലമാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇവിടെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കേവലം 3800 പരം വോട്ടുകൾക്കാണ് അന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചത്. ശക്തമായ വെല്ലുവിളിയാണ് BJP-യിൽ നിന്ന് ആ ഘട്ടത്തിൽ ഷാഫി പറമ്പിലിനും UDF-നും ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ BJP നിഷ്പ്രഭമാക്കുന്ന ഒരു മിന്നുന്ന വിജയമാണ് ഇവിടെ പാലക്കാട് UDF കരസ്ഥമാക്കിയത്. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷം എന്നത് മാത്രമല്ല ഈ വിജയത്തെ തിളക്കമുള്ളതാക്കുന്നത്, മറിച്ച് BJP-യുടെ ശക്തി കേന്ദ്രമായ ഈ പാലക്കാട് നഗരസഭയിൽ 4500 പരം വോട്ടിന്റെ ലീഡ് നേടിയാണ് UDF വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കാരണം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോക്കറ്റുകളായ സ്ഥലങ്ങളിലൊക്കെ തന്നെ BJP-ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇവിടെ നിന്ന് 7000 പരം വോട്ടിന്റെ ലീഡ് നേടിയ പശ്ചാത്തലവും BJP-ക്കുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് UDF-ന് വിജയിക്കാനായത് BJP-ക്കെതിരായ പോരാട്ടത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരമായി മാറ്റാൻ അവർക്ക് കഴിയും. തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസ് വോട്ടുകൾ ഒലിച്ചുപോയെന്ന CPIM-ന്റെ വിമർശനത്തെ ശക്തമായി തടയിടാനും ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ ഫലം അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും എന്നതാണ് കാര്യം. എന്നാൽ CPIM-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടർച്ചയായി LDF 3-ാം സ്ഥാനത്തേക്ക് പാലക്കാട് പോകുന്നു എന്നതാണ്. 2016 മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി പാലക്കാട് LDF 3-ാം സ്ഥാനത്താണ്. അവരുടെ ശക്തി കേന്ദ്രങ്ങളായി കരുതപ്പെടുന്ന കണ്ണാടിയിലും മാത്തൂരിലും പോലും ആഗ്രഹിച്ച ഒരു ഭൂരിപക്ഷത്തിലേക്ക് വരാൻ LDF-ന് CPIM-ന് സാധിക്കാത്തതും കണ്ണു തുറപ്പിക്കേണ്ട കാര്യമാണ്. ഇവിടെ തുടർച്ചയായി രാഷ്ട്രീയ പരാജയം ഉണ്ടാകുന്നതിന്റെ കാരണം പരിശോധിക്കുമ്പോൾ വിവാദങ്ങളൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിച്ചോ എന്ന തരത്തിലുള്ള ചർച്ചയും CPIM-നകത്തും LDF-നകത്തും ഇപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ശ്രീജിത്താണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പൊ രണ്ടാളല്ല, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ല. പിന്നത്തെ കാര്യം അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. അല്ല, ഫ്രിഡ്ജാണല്ലോ. അത് വിശ്വമായിട്ട് വാങ്ങി തരാന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ നിങ്ങൾ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലയോന്ന്? ഒന്നുമില്ല. അവന് ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ട് എന്ത് ഉപദേശം? അത് പാലക്കാട്ടെ ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ചു മറുപടി കൊടുക്കും. അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞൊരു പുതുമോടിയായിട്ട് പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പൊ അത് തന്നെയായിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം പോലെ ആ വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു ഭയങ്കരമായിട്ട് ജനങ്ങളുടെ അംഗീകാരം കിട്ടിയത് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ഇതുവരെ ഒരു പാർട്ടിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത ചരിത്ര ഭൂരിപക്ഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇവിടുത്തെ ജനങ്ങൾ നൽകിയിട്ടുള്ളത്.
അപ്പോൾ അത്രയും വലിയ പ്രതീക്ഷ ജനങ്ങൾക്കുണ്ട്, അത്രയും വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ട്. അത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരു പൊതുപ്രവർത്തനമാണ് അയാൾ. അയാളെ ഞാൻ നമ്മൾ ഉപദേശിച്ചിട്ട് അത് തിരിച്ചറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ KSU കോളേജ് യൂണിറ്റ് മുതൽ പൊതുപ്രവർത്തനം നടത്തി വരുന്ന ഒരാളാണ്. അപ്പം ജനങ്ങളുടെ വിശ്വാസം അതാണ് പ്രധാനം എന്ന് അറിയാവുന്ന ആളാണ്. അതറിഞ്ഞ് പ്രവർത്തിക്കും. പാലക്കാടിൻ്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം പ്രവർത്തിക്കും. ഞാനുണ്ടായതിനേക്കാൾ കൂടുതൽ അയാൾ പാലക്കാട് ഉണ്ടാവും. പാലക്കാടിൻ്റെ ശബ്ദമായിട്ട് നിയമസഭക്കകത്തും പുറത്തും അദ്ദേഹം ഉണ്ടാവുമെന്ന ഉറച്ച പ്രതീക്ഷ. ഞാനിവിടുത്തെ ഒരു വോട്ടറും കൂടിയാണ്. അപ്പം അല്ലേ ചന്ദ്രേട്ടാ, ഞാനും ചന്ദ്രേട്ടനൊക്കെ ഇവിടുത്തെ വോട്ടറാണ്. ചന്ദ്രേട്ടൻ പിരായിരിയുടെ ചാർജ് എടുത്തിട്ട് വലിയ ലീഡ് കൊടുത്തിട്ട് അപ്പം പിന്നെ ഒരു വോട്ടർ എന്നുള്ള നിലക്ക് കൂടി ആ പ്രതീക്ഷയും വിശ്വാസവും ഞങ്ങൾക്കുണ്ട്. അത് അദ്ദേഹം കാക്കുമെന്ന ഉറപ്പും ഞങ്ങൾക്കുണ്ട്. ഭൂരിപക്ഷം ആഗ്രഹിച്ചതുകൊണ്ട് സന്തോഷം തോന്നി, അഭിമാനം തോന്നി. കാരണം പിന്നെ നിങ്ങളിൽ എല്ലാവരും അല്ലെങ്കിൽ പലരും ഇന്നലെ വൈകുന്നേരം വരെ ഞങ്ങൾ തോൽപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട്. അപ്പോഴും ഞങ്ങൾക്ക് ഇവിടുത്തെ ജനങ്ങളുടെ ഫീഡ്ബാക്ക് കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ അത് ഞങ്ങളുടെ പ്രതികരണം മാത്രമാവുകയും ഞങ്ങൾക്കെതിരെ പറയപ്പെടുന്ന കാര്യങ്ങൾ വലിയ ചർച്ചയുടെ പോയിന്റാക്കി മാറ്റി അതിൽ നിന്ന് പിന്നെ ഇംപ്രവൈസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ലോജിക്കുകളും ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ലോജിക്കായിട്ട് അവതരിപ്പിച്ച് പലതരത്തിലുള്ള ഇപ്പം ശീലമായി വടകരയിലൊക്കെ കണ്ടതായതുകൊണ്ട് പാലക്കാട് ശ്രീകണ്ഠൻ്റെ കാര്യത്തിൽ കണ്ടതാണ് കുഴപ്പം. എന്നാലും അത്രയും ജനങ്ങളുടെ ഒരു പൾസും അവരുടെ റെസ്പോൺസും പിന്നെ മനസ്സിലാക്കാത്ത പല പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സത്യം തുറന്നു പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല മീഡിയകളും കൊടുത്ത സ്പേസ്, വാർത്തക്ക് കൊടുത്ത സ്പേസ് എത്രത്തോളം അതിൻ്റെ വെർത്തായിരുന്നു എന്നുള്ളത് മാധ്യമങ്ങളും ആലോചിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പം ആരെങ്കിലും ഒരാൾ പിണങ്ങി അല്ലെങ്കിൽ ഒരാളുടെ രണ്ട് കുറ്റം പറയുക എന്നുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്ന കുറ്റമല്ലേ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്ത് വലിയ സ്പേസ് കൊടുക്കുന്നതും തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധത്തെ മാധ്യമങ്ങളും ഒന്ന് പഠിക്കണം. എന്നിട്ട് ആർക്കാണോ അത്തരം സ്പേസിന്റെ വെർത്തുള്ളത് അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഒന്ന് പിന്നെ പറയാം. പല രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളെ ബഹിഷ്കരിക്കുന്ന സമീപനമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഞങ്ങളോട് കാണിച്ചത് വെച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും ബഹിഷ്കരിക്കേണ്ടതായിരുന്നു. ഞങ്ങൾ ആരെയും അങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ജനാധിപത്യത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഞാൻ വ്യക്തിപരമായി രാഹുലിന് നേരെ ഉണ്ടായിട്ടുള്ള വ്യക്തിയാധിക്ഷേപം അതിന് എക്സ്ട്രീമായിരുന്നു. ഞങ്ങൾ ആരും മത്സരിച്ച സമയത്ത് ഞങ്ങൾക്ക് ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ലാത്ത ഞാൻ രാഹുലിനെ അഭിനന്ദിക്കുകയാണ്. കാരണം ആരുടെയും സമനില തെറ്റുന്ന വ്യക്തിയാധിക്ഷേപത്തിൽ സമചിത്തതയോടുകൂടി അതിനെയെല്ലാം നേരിട്ടു എന്നുള്ളതാണ്. എനിക്ക് വ്യക്തിപരമായി മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. സന്തോഷമുള്ളത് ഞാൻ KSU പ്രസിഡൻ്റായ സമയത്ത് KSU ലീഡർഷിപ്പിലേക്ക് വന്ന ആളാണ് ഷാഫി പറമ്പിൽ പിന്നീട് നിയമസഭയിലെത്തി. എൻ്റെയും ഷാഫിയുടെയും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ KSU ആയി വന്ന ആളാണ് പിന്നെ രാഹുൽ ഇപ്പോൾ നിയമസഭയിലെത്തി. ഇവരെ കൂട്ടത്തിൽ നിന്ന് ആദ്യം നിയമസഭയിൽ പോയത് ഞാനാണ് 2006. 11 ആയപ്പോഴത്തേക്ക് ഹൈബി, സാദത്ത്, ബൽറാം, അങ്ങനെ ഒരു ഷാഫി എല്ലാം ഒരു സംഘം നിയമസഭയിലെത്തി. 16 റോജി അടക്കമുള്ള ഒരു സംഘം വന്നു. തൊട്ടു മുമ്പ് ചാണ്ടി വന്നു, ഇപ്പോൾ മാത്യു വന്നു, സനീഷ് വന്നു. ഇപ്പോൾ അത് കുറേ ഞാൻ എൻ്റെ അച്ഛൻ ഇതിനിടയിൽ മരണപ്പെട്ടിട്ട് 5 ദിവസം കഴിഞ്ഞ് 5ാമത്തെ ദിവസം വൈകുന്നേരം സഞ്ചയനം കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തിരിച്ചു വീണ്ടും പാലക്കാട് വന്നതാണ്. ഞങ്ങൾക്കെല്ലാം വലിയ ഒരു നിയോഗവും വലിയ ദൗത്യവും ഉത്തരവാദിത്വമായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ വീട് കയറിയതിനേക്കാൾ കൂടുതൽ വീട് കയറി. അതുപോലെ കയറിയവരുടെ ഉള്ള ചുമതല കൊടുത്ത എല്ലാവരും. ഞങ്ങൾ മാധ്യമങ്ങളിൽ പല വിശാരദന്മാരും വന്ന് പലത് പറയുമ്പോഴും ഉള്ളിൽ പലതും ചിരിയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അഹങ്കാരമൊന്നുമില്ല, വിനയത്തിലാണ് പറഞ്ഞത്. ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സറിയാമായിരുന്നു. അപ്പോൾ ആ കുറേ നാളത്തെ ക്ഷീണം, യാത്ര, അലച്ചിൽ, ഇന്നത്തെ മുഴുവൻ വിജയാഹ്ലാദ പ്രകടനം, പിന്നെ ഇടി, തിരക്ക്, വെയില്, ഇല്ലുമിനാറ്റി പാടി 3 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ കുഴഞ്ഞു വീണ്. അപ്പോൾ അതായിരുന്നു. ഇപ്പോൾ ആശുപത്രി പോയി ECG ഒക്കെ എടുത്തു, BP ഒക്കെ നോക്കി, ഡ്രിപ്പൊക്കെ ഇട്ടു. ഡ്രിപ്പ് ഇട്ട് പകുതി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഡോക്ടർ അനുവാദം വാങ്ങി ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഇവിടെ വരണമെന്നുള്ളതുകൊണ്ട് ഇങ്ങോട്ടിങ്ങനെ വന്നതാണ്. എല്ലാരും വിളിച്ചോണ്ടത് കുണ്ട്രയാണ്. ഇത് വിളിക്കുന്നവർക്ക് മറുപടി പുള്ളി ആദ്യം ചെയ്ത് ചേച്ചിയെ വിളിച്ചു. കാരണം ഇനി വാർത്ത കണ്ടിട്ട് എന്താ ആപത്താന്ന് വിചാരിച്ചു. ഞാൻ വൈഫിനെ ആദ്യം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്, എനിക്ക് കുഴപ്പമൊന്നുമില്ല,
ECG ഒക്കെ എടുത്ത് നോർമലാണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ വീട്ടിലുള്ളവർ പേടിക്കുന്നുള്ളതുകൊണ്ട്. അടുത്തത് മധ്യവയസ്കനായ PK സ്നേഹമായി ഫിറോസ്കൊക്കെ ഞാനന്ന് ഈ സ്കൂളിൽ ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് ഇഷ്ടമുള്ള നേതാക്കന്മാരെ. അതായത് ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ രാഹുലിന്റെ ചാനൽ ചർച്ച കണ്ടിട്ടാണ് പ്രചോദനം ഉൾക്കൊണ്ടാണ് രാഷ്ട്രീയത്തിൽ സജീവമായത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത, ഷാഫി എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് പറയല്ല, കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും ഷാഫി സ്ഥാനാർത്ഥിയായിരുന്നു. അപ്പോൾ സ്ഥാനാർത്ഥിക്ക് കുറേ പരിമിതികളുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഷാഫി ഭയങ്കര ഫ്രീ ആയിട്ടൊരു ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഫ്രീ ആയിട്ട് ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയൊരു മേൽക്കൈ അഡ്വാൻറ്റേജ് ആയിരുന്നു, സത്യമാണ്. മറ്റൊന്ന്, UDFന്റെ ചെയർമാൻ ശ്രീകണ്ഠേട്ടനും അതുപോലെ തന്നെ കൺവീനർ മൗലവിയും ഇവരുടെ ഒരു കോമ്പിനേഷൻ, UDF മറ്റ് ഘടകകക്ഷികളെല്ലാവരും ചേർന്ന് വളരെ ശക്തമായിട്ടുള്ളൊരു ഫൈറ്റ്. ആ ഫൈറ്റ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കാൻ വേണ്ടി ഒരു ഫൈറ്റ് ആയിരുന്നില്ല. ഞങ്ങളുടെ ഭൂരിപക്ഷം ഈ പറഞ്ഞ പോലെ തുടക്കത്തിലെ ഞങ്ങളൊരു ചലഞ്ച് 5 അക്ക ഭൂരിപക്ഷം എന്നുള്ളതാണ്. അപ്പോൾ അത് മറികടന്ന് ഒരു 18K+ എന്ന് പറയുന്ന, അതായത് 18 Pro Max ആണ് രാഹുൽ. ഇപ്പോൾ 16 Pro ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ 18 Pro Max ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ള ഒരു അഭിമാനത്തിലാണ് ഞങ്ങളെല്ലാവരും ഉള്ളത്. ഒന്നുമില്ല, അവൻ നന്നായി പ്രവർത്തിച്ചുള്ളൂ. അതുകൊണ്ട് എനിക്കൊന്നുമില്ല പറയാം. ഭയങ്കര സന്തോഷം, പ്രാർത്ഥനകൾ മാത്രം. അമ്മയ്ക്ക് ഒരിക്കൽ കൂടി ഒരു അവസരം തരികയാണ്. എല്ലാവരും പറഞ്ഞല്ലോ, ഫ്രിഡ്ജ് വാങ്ങി തരാമെന്ന്. എനിക്കൊരു ടെൻഷനും ഇല്ല. എനിക്ക് നീ ചോദ്യം ചോദിക്കുന്നുണ്ട്, എനിക്ക് ടെൻഷൻ. പാലക്കാട്ടുകാരോട് പറഞ്ഞാൽ തീരാത്ത യാത്രയാണ്. കാരണം ഞാനൊരു തുടക്കക്കാരനാണല്ലോ. ഞാൻ ഭയങ്കര തുടക്കക്കാരനാണ്, ഞാൻ ഭയങ്കര ബിഗിനറാണ്. ഇപ്പം ഞാൻ വന്നിറങ്ങുമ്പം എനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പം ഇപ്പം വിശ്വട്ടൻ കൊല്ലം ജില്ലക്കാരനായാലും എൻ്റെ തൊട്ട് പഞ്ചായത്താണ്. അപ്പോൾ നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മൾ അപ്പം എന്നാ ഏജ് ഡിഫറൻസ് പറയല്ല, കുട്ടിക്കാലം തൊട്ടേ നമ്മളിങ്ങനെ വിശ്വട്ടൻ്റെ വളർച്ചയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര വിശ്വട്ടൻ KSU പ്രസിഡന്റ് ആവുന്നു, നിയമസഭാ സാമാജികനാകുന്നു എന്നൊക്കെ പറയുമ്പം നമുക്കുള്ളിലൊരു സന്തോഷമാണ്. അപ്പം അങ്ങനൊരു പദവിയിലേക്ക് ഒരാൾക്ക് എത്താൻ, എന്നെപ്പോലൊരു സാധാരണക്കാരൻ എത്താൻ പറ്റുമ്പം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈകാരികത അതിനകത്തുണ്ട്. അത് പറഞ്ഞ് ഞാൻ ഇതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പം എനിക്ക് പാലക്കാട് അവസരം കിട്ടുന്നത്, അപ്പോൾ ഇവിടെ തുടക്കത്തിൽ ഞാൻ പാലക്കാട്ടേക്ക് മത്സരിക്കാൻ വരുമ്പോൾ തന്നെ ആദ്യത്തെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്താണ്, വരുത്തനാണ്, എത്ര ദൂരെയാണ്, ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇല്ലാത്ത പിന്നെ തെക്കൻ എന്നുള്ള വിളി, അതൊക്കെ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ പറയുന്ന അതിക്ഷേപങ്ങളുണ്ട്. അപ്പം അതൊന്നും മൈൻഡ് ചെയ്യാതെ എനിക്കെതിരെ എന്തൊക്കെയാണ് പറഞ്ഞേ, കള്ളപ്പണക്കാരൻ വരെ ആക്കിയില്ലേ. കള്ളപ്പണക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റമുള്ളൊരു കേസല്ലേ. പിന്നെ നിങ്ങൾക്ക് ആ ബാഗ് ഒരു 40 ലക്ഷം രൂപ വെച്ചിട്ട് അത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിച്ചു തരാമോ? ഞാൻ വെല്ലുവിളിക്കുവാണ്. കാരണം ഞാൻ 17 കൊല്ലം LICയിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്, അറിയോ? 17 കൊല്ലം കൊട്ടാരക്കര ബ്രാഞ്ച് LIC ഓഫ് ഇന്ത്യയുടെ മെയിൻ ബ്രാഞ്ചായ ഒരു ബ്രാഞ്ചിൽ ക്യാഷ് എണ്ണിയ ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് അതിനകത്തൊരു 40 ലക്ഷം രൂപ വെച്ച് ഇത്ര ഈസി ആയിട്ട് ആ ബാഗ് ഒന്ന് ഉരുട്ടി കാണിക്കാൻ പറ്റുമോ? എന്നോട് എനിക്ക് എത്രയും ചോദിക്കാം. ആ ചർച്ച വന്നപ്പോൾ തന്നെ എന്നോട് പറഞ്ഞൊരു പോയിന്റ് അമ്മ. അപ്പോൾ ഈ ഫെന്നി ഇങ്ങനെ ഇത് ഉരുട്ടിക്കൊണ്ട് വന്ന ഒരു ഈസിനെസ് ഉണ്ടല്ലോ. അപ്പോൾ അമ്മ ക്യാഷിലായിരുന്നു. അപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പിന്നെ അത് പറഞ്ഞില്ല. അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവരോട് പറയണം ഈ ഡമ്മിയൊക്കെ വെച്ചല്ലോ, അത്രയും വെയിറ്റ് ഈ ഇപ്പോൾ ആ പെട്ടിക്കകത്ത് താങ്ങുന്ന നോട്ടിൻ്റെ വെയിറ്റ് ഒന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് കറക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്ന് അവരോടൊന്ന് കാണിക്കാൻ പറഞ്ഞു. ബാക്കിയെല്ലാം ഇങ്ങനെ ഡമ്മി ചെയ്തല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ക്യാഷിൽ നിന്ന് എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ആരോപണം ഉണ്ടായി. അപ്പോൾ ആ ആരോപണമൊക്കെ വരുമ്പം ഒരു തുടക്കക്കാരൻ നല്ല സ്വാഭാവികമായിട്ട് നമുക്ക് ചില പിന്നെ പതർച്ചകൾ ഉണ്ടാകുന്ന സാഹചര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ രാവിലെ കാണുന്നത്, നിങ്ങളെല്ലാം വന്ന് ഈ ചോദ്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങളാരെ കുറ്റം പറയല്ല, നിങ്ങൾ ഈ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾക്ക് തന്നെ ഇതൊക്കെയാണോ ആളുകൾ ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്, ഇതൊരു കൺസേൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ചേലക്കര ചെങ്കോട്ടയ്ക്കൊരിക്കൽ കൂടി UR പ്രദീപിന്റെ വിലാസം. 12,201 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് UR പ്രദീപ് രമ്യ ഹരിദാസിനെ പരാജയപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്കുള്ള മറുപടി കൂടിയാണ് ചേലക്കരയിലെ LDF വിജയം. 2.5 പതിറ്റാണ്ടിലേറെയായി ഇടതുപക്ഷത്തിന്റെ ഉള്ളം കൈയിലായിരുന്ന ചേലക്കര തിരികെ പിടിക്കാനാണ് രമ്യ ഹരിദാസിനെ മുൻനിർത്തി അരയും തലയും മുറുക്കി കോൺഗ്രസ് ഇറങ്ങിയത്. ദേശീയ നേതാക്കൾക്കടക്കം ചുമതല നൽകി മാസങ്ങൾ നീണ്ട പ്രചാരണം. എന്നാൽ ഇടതടിത്തറയും UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവവും മറികടക്കാൻ കോൺഗ്രസിനായില്ല. രമ്യ ഹരിദാസിന് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ടതിലും
ദയനീയമായ തോൽവി ചേലക്കരയുടെ ഇടതുമനസ്സ് സമ്മാനിച്ചു. സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരമാകും ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലമെന്നായിരുന്നു UDFന്റെ ആദ്യം മുതലുള്ള വാദം. സർക്കാരിനെതിരായ ആരോപണങ്ങൾക്കും ആക്ഷേപങ്ങൾക്കുമുള്ള പ്രതിരോധമാകും UR പ്രദീപിന്റെ വിജയം. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പ്രചാരണം മുതൽ LDF UR പ്രദീപിന്റെ വ്യക്തിപ്രഭാവം ഉയർത്തിക്കാട്ടാനാണ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ പോലുമില്ലാതെ നടത്തിയ പ്രചാരണം, പാർട്ടി സെക്രട്ടറി പ്രസംഗത്തിനു പകരം ബൂത്ത് കമ്മിറ്റികളിൽ പങ്കെടുത്ത് നടത്തിയ സംഘാടനം, എല്ലാ തന്ത്രങ്ങളും വിജയിച്ചതോടെ ഇടതോരം ചേർന്നു ചേലക്കര. ചേലക്കര അങ്ങനെ വീണ്ടും ചുവന്നു തുടുക്കുകയാണ്. ഇടതുപക്ഷ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള മറുപടിയാകും ചേലക്കര എന്ന് പറഞ്ഞ പ്രതിപക്ഷത്തിന് നേരെയുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് LDFന് ഈ വിജയം. ക്യാമറാമാൻ ദിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് 24. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UR പ്രദീപ് വീണ്ടും മണ്ഡലത്തിന്റെ പ്രതിനിധിയാകുന്നത്. UR പ്രദീപിന്റെ സൗമ്യതയും ജനകീയ ഇടപെടലും ചേലക്കരക്കാർ നെഞ്ചേറ്റി. 3 പതിറ്റാണ്ടിനടുത്ത് ഇളകാത്ത ഇടതുകോട്ടയായ ചേലക്കരയിലെ പരിചിത മുഖമാണ് UR പ്രദീപ്. 2016 ആദ്യമായി നിയമസഭയിലേക്ക് K രാധാകൃഷ്ണന്റെ പകരക്കാരനായി പ്രദീപിന്റെ ആദ്യ മത്സരം. പരമ്പരാഗത LDF മണ്ഡലമായ ചേലക്കരയിൽ 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് പ്രദീപ് വിജയിച്ചത്. ഇത്തവണ കോൺഗ്രസിലെ രമ്യ ഹരിദാസുമായുള്ള പോരാട്ടത്തിൽ ഭൂരിപക്ഷം 12,201 ഉയർത്തി. 2000 മുതൽ 2005 വരെ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ പ്രദീപ് നടത്തിയ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമായിരുന്നു. 2005 മുതൽ 2010 വരെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചു. 2022 മുതൽ 24 ഒക്ടോബർ വരെ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാനായി. സൗമ്യമായ പ്രവർത്തനവും ജനകീയ ഇടപെടലുകളുമാണ് UR പ്രദീപിന്റെ മുഖമുദ്ര. റിസർച്ച് ഡെസ്ക് 24. ഉപതെരഞ്ഞെടുപ്പിൽ യാതൊരു ചലനവും ഉണ്ടാക്കാൻ കഴിയാതെ PV അൻവറിന്റെ DMK ചേലക്കരയിൽ നിർണായക ശക്തിയാകുമെന്ന പ്രഖ്യാപനം പാഴായി. 4000 വോട്ട് തികച്ചു നേടാൻ കഴിയാതെയാണ് DMKയുടെ കന്നി മത്സരം. ചേലക്കരയിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെട്ടാണ് PV അൻവറിന്റെ DMK സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിയത്. പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പോരിനിറങ്ങി ഇടതു വോട്ടുകൾ പിടിച്ചെടുക്കുകയായിരുന്നു ലക്ഷ്യം. AICC അംഗമായിരുന്ന NK സുധീറിനെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത സ്ഥാനാർത്ഥിയാക്കി. ഇതുവഴി കോൺഗ്രസ് വോട്ടുകളും അൻവർ പ്രതീക്ഷിച്ചു. പക്ഷേ പെട്ടി പൊട്ടിച്ചപ്പോൾ അൻവറിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റി. ആകെ നേടാനായത് 3920 വോട്ടുകൾ. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും നേരിയ വെല്ലുവിളി ഉയർത്താൻ പോലും NK സുധീറിനായില്ല. കിട്ടിയതത്രയും പിണറായിസത്തിനെതിരായ വോട്ടെന്ന PV അൻവർ. ചേലക്കരയെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് കോട്ടയിൽ നിന്ന് ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞു എന്നത് കഴിഞ്ഞ 2.5-3 മാസമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പിണറായിസത്തിനെതിരെയുള്ള വോട്ടാണ്. അൻവറിനെ പണ്ടേ ജനം തള്ളിക്കളഞ്ഞതെന്ന K രാധാകൃഷ്ണൻ MP. യുദ്ധസമാനമായിട്ടുള്ള സംവിധാനത്തോടു കൂടിയാണ് ഈ മണ്ഡലത്തിലേക്ക് അൻവറും സംഘവും കടന്നു വന്നത്. എന്തെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾ നൽകിയത്, എന്തെല്ലാം കള്ളത്തരങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. ആ കള്ളപ്രചാര വേലയെല്ലാം ജനങ്ങൾ തള്ളിക്കളയുന്ന കാഴ്ചയാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ഇരുമുന്നണികളെയും വെല്ലുവിളിച്ച് DMK രൂപീകരിച്ച അൻവറിന് കനത്ത തിരിച്ചടിയാണ് ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് ഫലം. ഉപതെരഞ്ഞെടുപ്പിൽ ക്ലച്ച് പിടിക്കാനായില്ലെങ്കിലും പഴയപടി തുടരാനാണ് PV അൻവറിന്റെ തീരുമാനം. ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിലുണ്ടാകുമെന്ന് അൻവറുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. ചേലക്കരയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിൽ 4,10,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ ജയം. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക വയനാടൻ ജനതയുടെ ഹൃദയം കീഴടക്കിയത്. മണ്ഡലത്തിൽ LDFന്റെയും NDയുടെയും വോട്ടുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കുറഞ്ഞു. UDF കണക്ക് കൂട്ടലുകൾ തെറ്റിയില്ല. പോളിംഗിന് ശേഷം പറഞ്ഞ 4 ലക്ഷത്തിലധികം വോട്ടുകൾ നേടി പ്രിയങ്ക ഗാന്ധിയുടെ വിജയം. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ആധികാരിക മുന്നേറ്റം. പോളിംഗ് കുറഞ്ഞെങ്കിലും വിജയ കുതിപ്പിലേറി പ്രിയങ്ക ഗാന്ധി. മാസങ്ങൾക്ക് മാത്രം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നേടിയ ഭൂരിപക്ഷം 3,64,000. കന്നി അംഗത്തിൽ പ്രിയങ്ക 4,10,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് നേടിയത്. ആകെ നേടിയ വോട്ടുകൾ 6,22,000. I want to thank the people of Wayanad from my heart for giving me the honor to represent them, for giving me so much love. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മൊത്തം വോട്ടുകളുടെ എണ്ണത്തിൽ കുറവുണ്ട്. LDFിലെ സത്യൻ മൊകേരിക്കും BJPയിലെ നവ്യ ഹരിദാസിനും ലഭിച്ചത് യഥാക്രമം 2,11,000, 1,09,000 വോട്ടുകൾ. വോട്ട് കുറഞ്ഞതിൽ പരിശോധനയുണ്ടാകുമെന്നും പോളിംഗ് ശതമാനത്തിലെ ഇടിവ്
എല്ലാ സ്ഥാനാർത്ഥികളെയും ബാധിച്ച പോലെ LDF-നെയും ബാധിച്ചിട്ടുണ്ടെന്നുമാണ് CPI നേതൃത്വം വ്യക്തമാക്കുന്നത്. അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. പൊതുവെ വയനാടൻ ജനത നിസ്സംഗരായിരുന്നു, വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് വോട്ട് കുറഞ്ഞതെന്നുള്ള കാര്യം കൂടി ഞങ്ങൾ കണക്കാക്കുകയാണ്. പുതുമുഖം എന്ന നിലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞുവെന്നാണ് BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണ K. സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 1% വോട്ടിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായതെന്നും സ്ഥാനാർത്ഥി. 1% വോട്ടിന്റെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ തവണ സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് 13% വോട്ട് കൈവരിക്കാൻ സാധിച്ചിരുന്നു. വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച പ്രവർത്തകർ വിവിധയിടങ്ങളിൽ പ്രകടനം നടത്തി. വർദ്ധിത ഭൂരിപക്ഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധി ഡൽഹിയിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ UDF പ്രവർത്തകരുടെ ആവേശം ഉയരുകയാണ്. സഹോദരൻ രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ തവണത്തെ റെക്കോർഡിനെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിലെ വിജയമെന്നത് വലിയ ആവേശം നൽകുകയാണ് വയനാട്ടിലെ UDF പ്രവർത്തകർക്ക്. കൽപ്പറ്റയിൽ നിന്നും ടീം 24. മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നു. തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ജനപിന്തുണയും അംഗീകാരവും കൂടുതൽ ദൃഢമാക്കുന്നത് ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി. കുപ്രചാരണങ്ങളെയും കടന്നാക്രമണങ്ങളെയും ചേലക്കരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. പാലക്കാട് മുൻ തെരഞ്ഞെടുപ്പിലേക്കാൾ കൂടുതൽ വോട്ട് ലഭിച്ചു എന്നിങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇപ്പോൾ വരുന്നത്. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം സന്തോഷം നിറഞ്ഞ നിമിഷമെന്ന് ഭർത്താവ് റോബർട്ട് വദ്ര 24നോട്. പ്രിയങ്ക നൽകിയ വാഗ്ദാനങ്ങൾ എല്ലാം നിറവേറ്റും. വയനാട് ജനതയുടെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉയർത്തി കാണിക്കും. പ്രിയങ്കയ്ക്ക് ലഭിച്ച ഭൂരിപക്ഷം ജനങ്ങൾക്ക് പ്രിയങ്കയോടുള്ള സ്നേഹമാണെന്നും റോബർട്ട് വദ്ര പറഞ്ഞു. അർജുൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്രിയങ്ക ഗാന്ധിയുടെ കന്നി അംഗത്തിൽ വയനാട് ജനത നൽകിയതൊരു വൻ വിജയമാണ്. ഇപ്പോൾ 24നോടൊപ്പം റോബർട്ട് വാദ്ര ചേരുന്നു. സർ, ഹൗ ഡു യു സീ ദിസ് മൊമെന്റ്? It's the best moment, it's the happiest moment for the people of Wayanad and for my family as well. I'm thankful to the people of Wayanad that they gave an astounding victory to Priyanka, and I'm sure that every promise she's made, and I know my wife that she'll work very, very hard for the people of Wayanad, and every promise made will be fulfilled. So I think it's a very happy moment. It's a great moment in history for Priyanka to be in Parliament soon. Priyanka Gandhi first battle, Priyanka got a majority above 4 lakh. So how do you see the majority? This is only possible because the love and affection of the people of Wayanad. So I think it's a very, very historic moment for Priyanka and for all of us, and it's amazing to win such a good victory for sure. You know, it's a sure big victory. So you also joined during the election campaign. So you know the people pulse. So how do you? I campaigned in UP and I campaigned in different parts of India, and I definitely feel that people in Wayanad are very loving, also very expressive. They express their emotion a lot. Thank you, sir. Thank you so much. Thank you. പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ വയനാട് ജനതയുടെ എല്ലാ പ്രശ്നങ്ങളും ഉയർത്തിക്കാട്ടും. ആ വയനാട് ജനതയ്ക്കൊപ്പം തന്നെ നിലകൊള്ളുമെന്നാണ് റോബർട്ട് വാദ്ര ഇപ്പോൾ 24നോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറമാൻ മോഹൻകുമാറിനോടൊപ്പം അച്യുതൻ, ഡൽഹി. വയനാട്ടിൽ CPI സ്ഥാനാർത്ഥിയോട് CPIM നീതി കാണിച്ചില്ലെന്ന് T. സിദ്ദിഖ് MLA 24നോട്. CPIM വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടി. വീട് കയറി വോട്ട് ചോദിക്കാൻ പോലും CPIM തയ്യാറായില്ല എന്നും T. സിദ്ദിഖ് MLA പറഞ്ഞു. ദീപക് ധർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിച്ച T. സിദ്ദിഖ് MLA നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വിജയം നൽകുന്ന സൂചന? ഇത് വയനാട്ടിലെ ജനത നെഹ്റു കുടുംബത്തോട്, പ്രിയങ്ക ഗാന്ധിയോട്, രാഹുൽ ഗാന്ധിയോട് കാണിക്കുന്ന സ്നേഹം ഒന്നുകൂടെ ഊട്ടിയുറപ്പിച്ചാണ് അവർ ഇതിൽ വോട്ട് ചെയ്തിരിക്കുന്നത്. സിദ്ദിഖ് ഇടയ്ക്ക് പ്രചരണ ഘട്ടത്തിലൊക്കെ 4 ലക്ഷത്തിനപ്പുറത്തേക്കുള്ള ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം, അതായത് പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായ ഇടിവ് ഏതാണ്ട് 9% ഇടിവിന് ശേഷം പൊതുവിൽ അതുണ്ടാകില്ല എന്നായിരുന്നു. ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല, വർദ്ധിത ഭൂരിപക്ഷത്തോടെയല്ല പ്രിയങ്ക ഗാന്ധി പോവുക എന്നായിരുന്നു പൊതുവിലുള്ള സംശയം. ആ ഘട്ടത്തിൽ എന്തായിരുന്നു? ഇപ്പോൾ വന്ന വിധിയിൽ അങ്ങനെയാണ്. ദേശീയ തലത്തിലുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള പ്രധാനപ്പെട്ടവരും സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ആളുകളും എല്ലാവരും വിളിച്ച് നിരന്തരമായി ഓരോ സമയവും ഇതിൻ്റെ ഓരോ സെഗ്മെൻറ്റും എടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവസാനം തീരുമാനിച്ചു എല്ലായിടത്തും ഒരു പരിശോധന നടത്തണം. ചെയ്യാത്ത വോട്ടുകൾ ഏത്, അതിൽ ആ ചെയ്യാത്ത വോട്ടുകൾ ഏത് എന്ന് പരിശോധിച്ചപ്പോൾ ഞങ്ങൾ കുറച്ച് ആശ്വാസം കിട്ടി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെയ്യാത്തതിലെ മഹാഭൂരിപക്ഷം സിംഹഭാഗം വോട്ടും
LDFിൻ്റെയും ബി ജെ പിയുടെ കുറച്ച് വോട്ടുണ്ടായിരുന്നു, LDFിൻ്റെ വോട്ട് കൂടുതലുണ്ടായിരുന്നു. അതിൽ സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോട് നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് ഇടതുപക്ഷം നയിച്ചത്. ഞാനത് വളരെ ഗുരുതരമായ രീതിയിലാണ്. നമ്മളെ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ. തെരഞ്ഞെടുപ്പ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലാണ്, അധ്വാനത്തിൻ്റെ വിലയിരുത്തലാണ്. ആ അധ്വാനത്തിൻ്റെ വിലയിരുത്തൽ അനുസരിച്ച് മാന്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദിത്തം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നണികൾക്കും ഉണ്ട്. ആ പ്രവർത്തനം ഇടതുപക്ഷത്തിൻ്റെതും BJPയുടെയും നല്ല രീതിയിൽ ഇവിടെ നടന്നിട്ടില്ല. അത് രണ്ട് രീതിയിലാവാം. ഒന്നുകിൽ അവർ പ്രവർത്തനം മന്ദീഭവിപ്പിച്ച് വോട്ടിംഗ് പെർസെൻറ്റേജ് കുറയ്ക്കാനുള്ളതായിരിക്കുന്ന സ്ട്രാറ്റജിയുടെ ഭാഗമാണോ, അതല്ല ഞങ്ങൾക്ക് ഇവിടെ മത്സരിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതായിരിക്കുന്ന തലത്തിലാണോ, ഏത് തലത്തിലാണെങ്കിലും രണ്ട് രീതിയിലും അവർ ചെയ്ത് ശരിയായില്ല. എൻ്റെ ഒരു നിഗമനം ഞാൻ പറയാം. CPIയുടെ സ്ഥാനാർത്ഥിയോട് CPM നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ്, നീതി പുലർത്താത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത്. നല്ല കൊള്ളാവുന്ന കാൻഡിഡേറ്റ് ആയിരുന്നു, പക്ഷെ അവർക്കൊരു മത്സരം പുട്ടപ്പ് ചെയ്യായിരുന്നു. അവസാനത്തെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസില്ലായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇവിടെ തെരഞ്ഞെടുപ്പ് ദിവസം ഒരു ബൂത്തിൽ വാഹനം വിളിച്ച് ഈ കിടക്കുന്ന രോഗികളും മറ്റൊക്കെ ഉണ്ടാവും, അവരൊക്കെ നമ്മൾ വാഹനത്തിൽ കൊണ്ടുവരും. അതിനുള്ള സംവിധാനം ഇല്ലായിരുന്നു. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷമുള്ള ഉറക്കമില്ലാത്ത രാത്രിയിൽ നിന്നും വലിയ ആശ്വാസത്തിലേക്കാണ് കോൺഗ്രസ് പ്രവർത്തകർ പോയതെന്നുള്ളതാണ് T. സിദ്ദീഖ് MLA പങ്കുവച്ചത്. ക്യാമറാമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ദീപക് ധർമ്മടം, 24. വാർത്തകളിലേക്ക് തിരികെ ഇപ്പോൾ വരുന്ന വാർത്തയിലേക്കാണ്. ഇനി വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ അപകീർത്തി പ്രചാരണം നടത്തിയതിൽ വക്കീൽ നോട്ടീസ് അയച്ച് AR റഹ്മാൻ. യൂട്യൂബ്, X, ഇൻസ്റ്റഗ്രാം അധികൃതർക്കാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ അപകീർത്തികരമായ പോസ്റ്റുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് നടപടി. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന്. മുഹമ്മദ് റഹീസ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഏതാനും ദിവസം മുൻപാണ് AR റഹ്മാനും സൈറ ബാനുവും വിവാഹബന്ധം വേർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും ഒരേ തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയത്. രണ്ടുപേരും തീരുമാനിച്ചുകൊണ്ട് അവരുടെ ഇഷ്ടപ്രകാരം വിവാഹമോചനം നടത്തുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് AR റഹ്മാനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങൾ, വ്യക്തിഹത്യ നടത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, വളരെ ഊഹാപോഹങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ നിറഞ്ഞ പോസ്റ്റുകളൊക്കെയും ചില വീഡിയോകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇന്നലെ ആയതോടുകൂടി അത് കുറെ കൂടിയൊക്കെ തീവ്രമായി. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ടീമിലുള്ള ചിലരെയൊക്കെ ചേർത്തുകൊണ്ട് വളരെ മോശമാകുന്ന തരത്തിലുള്ള വ്യക്തിഹത്യയാണ് AR റഹ്മാനെതിരെ കഴിഞ്ഞ 2 ദിവസമായി നടക്കുന്നത്. ഇതിനെതിരെയാണ് ഒരു ഓപ്പൺ ലീഗൽ നോട്ടീസ് എന്ന തരത്തിലാണ് ഇപ്പോൾ ഒരു നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഏതെങ്കിലും പ്രത്യേകമായ ഒരു കണ്ടന്റിനെ എടുത്തു പരാമർശിക്കാതെ ഉള്ളൊരു നോട്ടീസാണ്. ഈ നോട്ടീസിന്റെ കോപ്പി ഇൻസ്റ്റഗ്രാം, ഒപ്പം തന്നെ X, യൂട്യൂബ് അധികൃതർക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കണ്ടന്റുകൾ 24 മണിക്കൂറിനകം നീക്കം ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു ഓപ്പൺ ലീഗൽ നോട്ടീസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു മുന്നറിയിപ്പായിട്ടാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും വ്യക്തിഹത്യക്കെതിരെ നിയമപരമായി മുന്നോട്ട് പോകാനാണ് AR റഹ്മാന്റെ തീരുമാനം. ഉന്മേഷ്, മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മഹാരാഷ്ട്രയിൽ BJP സഖ്യവും ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണിയും അധികാരത്തിൽ. 288-ൽ 233 സീറ്റ് നേടിയാണ് മഹാരാഷ്ട്രയിൽ BJP സഖ്യത്തിന്റെ മിന്നും ജയം. ജാർഖണ്ഡിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച പ്രകടനമാണ് JMM കോൺഗ്രസ് സഖ്യം നടത്തിയത്. മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഗാഡി സഖ്യത്തിന്റെ ചുവടുകളെല്ലാം പിഴച്ചു. മാസങ്ങൾക്ക് മുമ്പ് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റം നിയമസഭയിൽ ആവർത്തിക്കാൻ കഴിയാതെ കോൺഗ്രസും ഉദ്ധവ് താക്കറെയും ശരത് പവാറും തകർന്നടിഞ്ഞു. തകർപ്പൻ ജയമാണ് മഹാരാഷ്ട്രയിൽ BJPയുടെ മഹായുതി സഖ്യത്തിൻ്റെത്. 288 അംഗ നിയമസഭയിൽ 220ഓളം സീറ്റുകളിൽ വിജയം. BJPക്ക് തനിച്ച് 125ലേറെ സീറ്റ്. BJP സഖ്യത്തിനാണ് ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും വിജയം പ്രവചിച്ചതെങ്കിലും പ്രവചനങ്ങളെയെല്ലാം മറികടക്കുന്ന മിന്നും ജയം. ഏക്നാഥ് ഷിൻഡെയെയും അജിത് പവാറിനെയും മറുകണ്ഠം ചാടിച്ച് സംസ്ഥാന ഭരണം അട്ടിമറിച്ചെന്ന ആരോപണത്തെ മറികടക്കാൻ ഈ വിജയത്തിലൂടെ BJPക്ക് കഴിയും. ജാർഖണ്ഡിലാകട്ടെ ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം BJPക്കും കേന്ദ്ര സർക്കാരിനും മേലുള്ള രാഷ്ട്രീയ വിജയമാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് 5 മാസം ജയിലിലിട്ട കേന്ദ്ര ഏജൻസികളോടുള്ള ഹേമന്ത് സോറന്റെ മധുര പ്രതികാരം. JMMും കോൺഗ്രസും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തുകയും ചെയ്തു. മഹാരാഷ്ട്രയിൽ നിലവിൽ ഉപമുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകും. മുഖ്യമന്ത്രിയായ ഏക്നാഥ് ഷിൻഡെ ഉപമുഖ്യമന്ത്രിയായേക്കും. നിലവിൽ ഉപമുഖ്യമന്ത്രിയായ അജിത് പവാർ അതേ സ്ഥാനത്ത് തുടർന്നേക്കും. ശിവസേന ഷിൻഡെ വിഭാഗവും അജിത് പവാറിന്റെ NCPയും മികച്ച പ്രകടനമാണ് നടത്തിയത്. ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരും. അട്ടിമറികളും ഭരണമാറ്റവുമില്ല. ലോക്സഭയിലെ മുന്നേറ്റം നിലനിർത്താൻ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിനും ജാർഖണ്ഡിൽ BJPക്കും കഴിഞ്ഞില്ല. മഹാരാഷ്ട്രയിലെ വൻ മുന്നേറ്റം BJPക്കും, ജാർഖണ്ഡിലെ വിജയം ഇന്ത്യ സഖ്യത്തിനും ആത്മവിശ്വാസം കൂട്ടും. ബൽറാം നെടുങ്ങാടി, 24, ഡൽഹി.